ഹായ് ഗീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു ഫേസ് പാക്കാണ്. അപ്പം ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം എന്ന് പറയുന്നത് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു ചെറിയ സ്റ്റിക്കാണ്. ഈ ഒരു സ്റ്റിക്ക് എനിക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മോന് കുഞ്ഞിലെ ഒരമരുന്ന് കൊടുക്കാൻ നേരം കുറേ ഔഷധ കൂട്ടുകളൊക്കെ കിട്ടുമല്ലോ, അതിലിതും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഔഷധക്കൂട്ട് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ നോക്കി, പക്ഷെ കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പൗഡർ കിട്ടും. അപ്പോൾ ഈ പൗഡർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പൗഡർ വാങ്ങുമ്പം നല്ലത് നോക്കി വാങ്ങണം, കാരണം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം പ്രിസർവേറ്റീവ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്കിൻ ആൻഡ് ഹെയർ കെയർ കൂടാതെ നമ്മുടെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും കഴിവുള്ളൊരു ഔഷധം ആണിത്. അതായത് നമുക്ക് ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ചുക്ക് കാപ്പിയിൽ ഇത് കുറച്ച് പൊടി ഇട്ടുക, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്കാണെങ്കിൽ സ്റ്റിക്കൊന്ന് ചതച്ചിട്ടിടുകയൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ ഇട്ടിട്ട് കുടിച്ചാൽ ചുമയൊക്കെ പെട്ടെന്ന് മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തലയിൽ താരനുണ്ടെങ്കിലും പിന്നെ പൊടി കഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇരട്ടി മധുരം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തിടാം. കൂടുതൽ വലിച്ചു നീട്ടി ഈ വീഡിയോ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇരട്ടി മധുരം തന്നെയാണ്. ഇരട്ടി മധുരം നിങ്ങൾക്ക് സ്റ്റിക്കായിട്ട് കിട്ടുമെങ്കിൽ സ്റ്റിക്ക് ഇങ്ങനെ നമ്മൾ രക്തചന്ദനമൊക്കെ അരച്ച് പണ്ടൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പൗഡർ ആണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇരട്ടി മധുരം. ഇതിന് 40 രൂപയാണ് പ്രൈസ് ആയിട്ടുള്ളത് കേട്ടോ. 40 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് കാണിച്ചു തരാം. സ്വരമാധുര്യത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊക്കെ പാട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് സ്വരമാധുര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങാടിക്കടയിൽ ചോദിച്ച തലമുടി വളരുന്ന എണ്ണക്കൂട്ട് കിട്ടും. അതായത് പ്രസവാനന്തര ചികിത്സ ചെയ്യുന്ന സ്ത്രീകളിൽ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു എണ്ണക്കൂട്ട് കിട്ടും. അപ്പോൾ അതിൽ ഇരട്ടി മധുരമൊക്കെ കാണും കേട്ടോ. ഞാൻ ഇത് പെട്ടെന്നൊരു റിസൾട്ട് തരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഇത് റെഗുലറായിട്ട് 2 മാസം യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു റിസൾട്ട് കാണാൻ തുടങ്ങത്തുള്ളൂ. അല്ലാതെ ഇപ്പം തേച്ച് ഇപ്പം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കല്ല ഇത്. അപ്പോൾ നിങ്ങൾക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മധുരത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതൊരു സ്പൂൺ എടുക്കാം. പിന്നെ ഇതിന് ഭയങ്കര മധുരമാണ് കേട്ടോ. ഇരട്ടി മധുരമാണ്. പേര് പോലെ തന്നെ ഇരട്ടി മധുരമാണ് ഇതിന്. ഇനി കാച്ചാത്ത പശുവിൻ പാലാണ് ഞാൻ എടുക്കുന്നത്. പാല് യൂസ് ചെയ്യാത്തവർ തൈര് ചേർക്കാം, റോസ് വാട്ടർ ചേർക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് ഓട്സ് പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ ബെറ്ററായിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാൻ അത് എടുക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം കൂടുതൽ പാൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാക്ക് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പൗഡറും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ്. മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്.
കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാനിപ്പം കുളി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്ത കേട്ടോ. കഴുത്തിലും മുഖത്തും അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് തേച്ച് നമുക്കൊരു 20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ്, ഇപ്പോൾ ഉണങ്ങുന്നതനുസരിച്ച് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. ഗൈസ്, അപ്പം നമ്മുടെ ഇരട്ടി മധുരം ഇട്ട പാക്ക് കണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് നന്നായിട്ട് വലിഞ്ഞ് മുറുകി ഉണങ്ങാൻ സമ്മതിക്കരുത്. വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇനി നമുക്ക് പശുവിൻ പാല് വെച്ച് തന്നെ മുഖം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സ്ക്രബും കൂടി ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് തുടച്ച് മാറ്റി കാണിക്കാം. കണ്ടോ, 2 മാസം കറക്റ്റായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഞാൻ വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ റെഗുലറായിട്ട് 2 മാസം നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല ഒരു മാറ്റം എൻ്റെ ഫേസിലുണ്ടല്ലേ. ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഗ്ലോയൊന്നും അല്ല വരാൻ പോകുന്നത്. 2-3 ഷെയ്ഡൊക്കെ നമുക്ക് കളർ വെച്ച് കാണണമെങ്കിൽ 1 മാസം യൂസ് ചെയ്യണം. അത് റെഗുലറായിട്ട് തന്നെ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം തന്നെ നമ്മുടെ പാക്ക് ഇട്ടതിൻ്റെ ഒരു ഇത് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും 2 മാസം ഈ ഒരു പാക്ക് ഇട്ട് നോക്കൂ. ബെസ്റ്റ് റിസൾട്ട് കിട്ടും. വേറെ പാക്കൊന്നും ഇട്ടണ്ട, നിങ്ങൾക്ക് ഇത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇനി നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.